السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ക്ലാസുകളിൽ മയ്യത്തു പരിപാലനം, രോഗശയ്യ മുതൽ ഖബർ വരെ എന്ന ക്ലാസിന്റെ പാർട്ട് 3, രോഗ സന്ദർശനം, അത്തരം സന്ദർഭങ്ങളിൽ സന്ദർശകർ പാലിക്കേണ്ട അദബുകളും, രോഗിയെ സമീപിക്കുമ്പോൾ അവർ ചെയ്യേണ്ട ദുആകളും, രോഗി ചെയ്യേണ്ട അദബുകളും പാലിക്കേണ്ട മര്യാദകളും, രോഗിയെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ 2 പാർട്ടുകളിലായി നാം ചർച്ച ചെയ്തത്. വയുസന്നു തദാവി, ചികിത്സ അത് സുന്നത്താണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, അതിനൊരു ശിഫാഇനെയും ഇറക്കിയിട്ടല്ലാതെ. രോഗശമനത്തെയും അല്ലാഹു ഇറക്കിയിട്ടുണ്ട് ഏതൊരു രോഗത്തിനും. റവാഹുൽ ബുഖാരി. ചില റിവായത്തുകളിൽ ഇല്ലാ അൻസല ലഹു ദവാഅൻ, ആ രോഗത്തിന് ഒരു മരുന്നിനെയും അല്ലാഹു ഇറക്കിയിട്ടല്ലാതെ ഒരു രോഗത്തെയും അല്ലാഹു ഇറക്കിയിട്ടില്ല. സാദ ഫീ റിവായത്തിൻ ജഹിലഹു മൻ ജഹിലഹു വ അലിമഹു മൻ അലിമഹു. ഈ ശിഫാഇനെ, അതല്ലെങ്കിൽ മരുന്നിനെ, അറിയാത്തവർ അറിയാതെ പോയി, അറിഞ്ഞവർ അറിയുകയും ചെയ്തു എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. തുർമുദിയു വഗൈറുഹു, ഇമാം തുർമുദിയും മറ്റു ഹദീസു പണ്ഡിതന്മാരും സഹിഹായി പറഞ്ഞ ഒരു ഹദീസ്. അന്നൽ അഅറാബ ഖാലു യാ റസൂലല്ലാഹ്, അഅറാബ് ഗ്രാമവാസികളായ അറബികൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അനതദാവ, ഞങ്ങൾ ചികിത്സിക്കണമോ? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തദാവൂ, നിങ്ങൾ ചികിത്സിച്ചോളൂ. ഫഇന്നല്ലാഹ ലം യദ്അ ദാഅൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തെയും വെച്ചിട്ടില്ല, ഇല്ലാ വളഅ ലഹു ദവാഅൻ, ആ രോഗത്തിന് മരുന്നിനെയും വെച്ചിട്ടല്ലാതെ. ഗൈറൽ ഹറമി, പ്രായാധിക്യം ഒഴികെ. പ്രായം അധികരിച്ച ഒരാൾക്ക് യൗവനത്തിലേക്ക് മടക്കാൻ മരുന്നില്ല എന്ന് സാരം. ഖാല ഫീ ശറഹിൽ മുഹദ്ദബി ഫഇൻ തറക തദാവിയ തവക്കുലൻ, ഇനി ഒരു രോഗി അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചികിത്സയെ ഉപേക്ഷിച്ചാൽ, ഫഹുവ ഫളീലത്തുൻ, അത് ശ്രേഷ്ഠമാണ്. ആ തവക്കുല് ശ്രേഷ്ഠമായ കാര്യമാണ്. മഹല്ലി ഖല്ലൂബി സഹിതം 1344. ബുസ്റൽ കരീം 2:27 പറഞ്ഞിട്ടുണ്ട്, വയുസന്നു തദാവി മഅൽ ഇഅ്തിമാദി അലല്ലാഹി തആല വറിളാ അൻഹു, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കലോടുകൂടെ അല്ലാഹു തആലാനെ തൊട്ട് തൃപ്തിപ്പെടലോടുകൂടെയും ചികിത്സ നടത്തൽ സുന്നത്താണ്. രോഗം അല്ലാഹു നൽകി, ആ നൽകിയ ഘട്ടത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലാനെ തൊട്ട് തൃപ്തിപ്പെടുക.
അള്ളാന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചികിത്സ നടത്തൽ സുന്നത്താണ്. കാരണം അങ്ങനെ ചികിത്സ നടത്താൻ റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ട്. വലിജംഇഹി ബൈന ഫളീലത്തൈ തവക്കുലി വ തഅത്തി സബബി. മാത്രമല്ല, ഇങ്ങനെ ഒരു ചികിത്സ നടത്തുമ്പോൾ രണ്ട് ശ്രേഷ്ഠതന്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടൽ വരുന്നു. ഒന്ന് തവക്കുലാണ്, മറ്റൊന്ന് ചികിത്സിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഒരു കാരണത്തിനോട് അവൻ ഇടപെടുന്നു. ആ ഒരു ശ്രേഷ്ഠതന്റെയും ഇടയിൽ അവൻ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ബുശ്റൽ കരീം 2:27. അപ്പോ തവക്കുല് ആക്കലോട് കൂടെ ചികിത്സ നടത്തൽ സുന്നത്താണ് എന്ന് ബുശ്റൽ കരീമിൽ കാണാൻ കഴിയും. ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, തദാവിയെ ഉപേക്ഷിച്ചു തവക്കുലിന്റെ മേൽ തവക്കുലാക്കിക്കൊണ്ട് ഒരാൾ ചികിത്സയെ ഒഴിവാക്കുകയാണെങ്കിൽ ഫഹുവ ഫളീലത്തുൻ, അത് ശ്രേഷ്ഠതയുള്ളതാണ്. ഇവിടെ മുഗിനി പറയുന്നു, ഫഇൻ തറക്കത് തദാവിയ തവക്കുലൻ, അള്ളാന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചികിത്സയെ ഒഴിവാക്കുകയാണെങ്കിൽ ഫഹുവ അഫ്ളലു, ചികിത്സിക്കുന്നതിനേക്കാണ് അതാണ് അഫ്ളല്, ആ തവക്കുലാണ് അഫ്ളല് എന്ന് മുഗിനിന്റെ ഇബാറത്ത് കാണാൻ കഴിയും. ഇവിടെ ഇബാറത്തുൽ ബസരി അല്ലദീ യദ്ഹറു അന്ന തദാവിയ അഫ്ളലു, തവക്കുല് നടത്തി ചികിത്സ ഒഴിവാക്കുക എന്നതിനേക്കാണ് ചികിത്സ നടത്തലാണ് അഫ്ളല്. കാരണം അന്നഹു സുന്നത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചികിത്സയാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഖൗലൻ വ ഫിഅലൻ. റസൂലുള്ളാഹിന്റെ ഖൗലുണ്ട്, നിങ്ങൾ ചികിത്സിക്കണം എന്നുള്ള, ഫിഅലൻ റസൂലുള്ള ചികിത്സിച്ച പ്രവൃത്തിയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചികിത്സ എന്ന ആ കാര്യമാണ് അത് ഒഴിവാക്കുന്നതിനേക്കാണ് അഫ്ളല് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബസരി തങ്ങൾ പറയുന്നു. റസൂലുള്ള ചികിത്സിച്ചത് അത് ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന വാദത്തെ കേവലം ഒരു നിയമം പഠിപ്പിക്കൽ മാത്രമാണ് റസൂലുള്ളാഹിന്റെ ചികിത്സ എന്നുള്ളത് തകല്ലുഫുൻ ലാ ഹാമില അലൈഹി. അതങ്ങനെ പ്രയാസപ്പെട്ട് നമ്മൾ ഒരു കാരണം കണ്ടെത്തുകയാണ്, അതിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന ചുമത്തുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഷർവാനി. അപ്പൊ ചുരുക്കത്തിൽ രോഗം വന്ന ചികിത്സിക്കുക, അത് സുന്നത്താണ്. അത് തവക്കുലോട് കൂടെയാവുമ്പോ കുറച്ചുകൂടി നല്ലതും ആണ് ആ നിലക്കുള്ള ചികിത്സ എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വൈന്നമാലം യജിബ് എന്ന ചികിത്സ സുന്നത്താണ് എന്നാ ഇവിടെ പറഞ്ഞത്, അത് നിർബന്ധമില്ല. അക്കിലിൽ മൈത്തത്തിലിൽ മുത്തരി, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ തടിക്ക് നാശം സംഭവിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, അങ്ങനെ നാശത്തെ ഭയപ്പെടുന്ന ഒരു അങ്ങേയറ്റത്തെ ഒരു പ്രയാസഘട്ടത്തിൽ അവൻ ശവത്തെ തിന്നുകൊണ്ട് അവന്റെ ജീവൻ സംരക്ഷിക്കണം, അത് നിർബന്ധമാണ്. എന്നതുപോലെ ചികിത്സ നിർബന്ധം ഇല്ല. കാരണം അദമിൽ ഖത്ഇ ബിനഫ്ഇഹി, ഒരാൾ ചികിത്സിച്ച ആ ചികിത്സ കൊണ്ട് രോഗം സുഖപ്പെടും, അതുകൊണ്ട് ഉപകാരം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് ചികിത്സ എന്നുള്ളത് നിർബന്ധമില്ല, സുന്നത്താണ്. വഖദ് ഫഅലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലി ബയാനിൽ ജവാസി, റസൂലുള്ളാഹി ചികിത്സ നടത്തിയിട്ടുണ്ട്, അത് ചെയ്യൽ ജായിസാണെന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഇമാം ബസരി പറഞ്ഞത്, കേവലം തശ്രീ ആണ് എന്ന് പറയുന്ന വാദം ശരിയല്ല എന്ന് പറഞ്ഞത്. വൈൻകാനൽ അഫ്ളലു ഖവിയ്യി തവക്കുലി, ശക്തമായ തവക്കുലുള്ള ഒരാൾക്ക് ശ്രേഷ്ഠമായത് തർക്കഹു, ചികിത്സനെ ഒഴിവാക്കലാണ്. അക്സിഹി, വിപരീതം പോലെ തന്നെ. വിപരീതം പോലെ എന്ന് പറഞ്ഞാൽ
ശക്തമായ ഒരു തവക്കുൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ചികിത്സയാണ് അഫ്ളല്. ബൽ തുക്റഹു തർക്കുഹു, അത്തരം ഘട്ടത്തിൽ ചികിത്സ ഒഴിവാക്കൽ കറാഹത്തൂടിയുമാണ്. എന്നാൽ ചികിത്സ ഒഴിവാക്കൽ അത് ഹറാമായി വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഖാലൽ ഇസ്നബിയു യഹ്റുമു തർക്കുഹു, ചികിത്സനെ ഒഴിവാക്കൽ ഹറാമായി വരും. ഫീ നഹവി ജുർഹിൻ, മുറി പോലോത്തതിൽ. യളുന്നു, ഇവൻ വിചാരിക്കുന്നു, ഭാവിക്കുന്നു, ഫിഹി, ആ മുറി പോലോത്തതിൽ, അത്തലഫ, നശിക്കലിനെ. അപ്പൊ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുറിയുണ്ട്, അതുപോലെയുള്ള ചില അസുഖങ്ങളുണ്ട്. അത് ചികിത്സിച്ചില്ലെങ്കിൽ ആ അവയവത്തിന് നാശം സംഭവിക്കും, അതല്ലെങ്കിൽ ഇവനക്ക് നാശം സംഭവിക്കും എന്ന് വന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ ഘട്ടത്തിൽ ചികിത്സ ഒഴിവാക്കൽ ഹറാമാണ്, ചികിത്സിക്കൽ ഉജൂബാണെന്ന് സാരം. ഈ പറഞ്ഞ കാര്യങ്ങൾ കല്ലൂബി 1-344 പറഞ്ഞിട്ടുണ്ട്. ഇനി അവിശ്വാസികളുടെ ചികിത്സ, അതേ സംബന്ധിച്ച് വയജൂസുൽ ഇഅ്തിമാദു അലാ തിബ്ബിൽ കാഫിർ, ഒരു അവിശ്വാസിയുടെ ചികിത്സയുടെ മേൽ അവലംബിക്കൽ അനുവദനീയമാണ്. വസ്ഫിഹി, അവൻ പറയുന്ന വിശേഷണങ്ങളുടെ മേലും, ചികിത്സയുമായി ബന്ധപ്പെട്ട് അവൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതിൻ്റെ മേൽ അവലംബിക്കൽ അനുവദനീയമാണ്. എപ്പോ? മാലം യതറത്തബ് അലാ ദാലിക, അതിൻ്റെ മേൽ തുടർന്നു വരാത്തപ്പോൾ, അവൻ പറയുന്ന ചികിത്സാ രീതികൾ സ്വീകരിക്കുന്നതിൻ്റെ മേൽ തുടർന്നു വരാത്തപ്പോൾ, തർക്കു ഇബാദത്തിൻ, ഒരു ഇബാദത്തിനെ ഉപേക്ഷിക്കൽ, ഔ നഹവിഹ, അതല്ലെങ്കിൽ ഇബാദത്ത് പോലോത്തതിനെ ഒഴിവാക്കൽ, അതല്ലെങ്കിൽ ഇബാദത്തിനെ ഉപേക്ഷിക്കൽ പോലോത്ത ചില കാര്യങ്ങൾ, മിമ്മാ ലാ യുഅ്തമദു ഫീഹി, അവലംബിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാൽ. അപ്പൊ അവലംബിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഇബാദത്തിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ, അത്തരം ഘട്ടത്തിൽ അവൻ പറയുന്നത് അവലംബിക്കാൻ പറ്റുകയില്ല. വയജൂസു ഇഅ്തിമാദു ഖൗലിൽ കാഫിരി ഫി തിബ്ബി, ചികിത്സാ വിഷയത്തിൽ കാഫിറിന്റെ വാക്കിനെ അവലംബിക്കൽ അനുവദനീയമാണ്. മാലം യുഖാലിഫു ശർഅ, ശർഇനോട് എതിര് വരാത്തപ്പോൾ. എന്നിട്ട് അവലംബിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ പെടുത്തി പറയുന്നു, വമിൻഹു, അങ്ങനെ അവലംബിക്കാൻ പറ്റാത്ത കാര്യത്തിൽ പെട്ടതാണ് അൽ അംറു, ഈ അവിശ്വാസിയായ ഡോക്ടർ കൽപ്പിച്ചു, ബിൽ മുദാവാത്തി ബിൻ നജസി, നജസ് കൊണ്ട് ചികിത്സിക്കൽ കൊണ്ട് കൽപ്പിച്ചു. അപ്പോ ഓൻ ചികിത്സയായിട്ട് കൽപ്പിക്കുന്നത് നജസായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് എങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുപോലെ നിസ്കാരം ഒഴിവാക്കണം, അതുപോലെ എന്തെങ്കിലും ശർഇനോട് എതിരായ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പൊ നമുക്ക് അവന്റെ ചികിത്സ സ്വീകരിക്കാൻ പാടില്ല, അവലംബിക്കാൻ പാടില്ല. ഷെർവാനി പുതിയ നുസ്ഖ 463, കല്ലൂബി 1-344. നജസ് കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി അവൻ കൽപ്പിക്കുമ്പോ അത് അവലംബയോഗ്യമല്ല എന്ന് പറഞ്ഞത്, അത് എല്ലാ ഘട്ടത്തിലും അല്ല. മറ്റു താഹിറായ ശുദ്ധിയുള്ള സാധനങ്ങളെ കൊണ്ട് ചികിത്സ സൗകര്യമായയിടത്ത്, ഫലപ്രദമായയിടത്ത്, അത്തരം ഘട്ടങ്ങളിൽ ഇത് പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നജസ് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. വത്തദാവി ബിൻ നജസ് ജായിസുൻ, നജസ് കൊണ്ടുള്ള ചികിത്സ അനുവദനീയമാണ്. ഇൻദ
ഫഖ്ദി ത്വാഹിരി, ശുദ്ധിയുള്ള മരുന്ന് ഇല്ലാത്തപ്പോ. അല്ലദി, എങ്ങനെയുള്ള ശുദ്ധിയുള്ള മരുന്നാണ്, യഖൂമു മഖാമഹു, അത് ഈ നജസായ മരുന്നിന്റെ സ്ഥാനത്ത് നിൽക്കും. അപ്പൊ നജസായ മരുന്നിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ശുദ്ധമായ മരുന്ന് ഇല്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നജസായ മരുന്ന് കൊണ്ട് ചികിത്സ അനുവദനീയമാണ്. അപ്പോ ഒരു റസൂലുള്ളാഹിന്റെ വാക്ക് നമ്മെ സംശയത്തിലാക്കും. വമാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലം യുജ്അൽ ശിഫാഉ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ രോഗശമനത്തെ ആക്കപ്പെട്ടിട്ടില്ല ഫീമ ഹുജ്ജിമ അലൈഹ, ആ സമുദായത്തിന്റെ മേൽ ഹറാമാക്കപ്പെട്ട ഒരു വസ്തുവിൽ ആക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനെ ഫമഹ്മൂലുൻ, ചുമത്തപ്പെടേണ്ടതാണ്, അലാ സർഫിൽ ഖംരി, തനി കള്ളിന്റെ മേൽ. കള്ള്, മദ്യം, യാതൊന്നും കലർത്താതെ മദ്യം മാത്രം, ആ മദ്യം കൊണ്ട് മാത്രം ചികിത്സിക്കൽ പാടില്ല, അതിൽ ശിഫ വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഫലാ യജൂസു തദാവി ബിഹി, അപ്പോ മദ്യം, തനി മദ്യം കൊണ്ട് ചികിത്സിക്കല് അനുവദനീയം അല്ല. ബിഖിലാഫി സർഫി ഗൈരിഹി, മദ്യം അല്ലാത്ത മറ്റു നജസുകൾ അത് തനിച്ചത് കൊണ്ട് പറ്റും. മിൻ സായിരി നജാസാത്തി, മറ്റു നജസുകൾ. ഹൈസുലം യഖും ഗൈറുഹു മഖാമഹു, മറ്റൊന്ന് ശുദ്ധിയുള്ള മറ്റു മരുന്ന് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നില്ലെങ്കിൽ മദ്യമല്ലാത്ത മറ്റു നജസായ സാധനങ്ങൾ തനിച്ചു തന്നെ, അതിനെ മറ്റൊന്നിനോടും കൂട്ടിക്കലർത്താതെ അത് തനിച്ചു തന്നെ അതുകൊണ്ട് ചികിത്സിക്കൽ പറ്റുന്നതാണ്. ഷർവാനി 1,296. മദ്യം അല്ലാത്ത മറ്റു നജസുകളെ കൊണ്ട് ചികിത്സിക്കുമ്പോ ആ നജസുകളെ മറ്റു വസ്തുക്കളുമായി, ശുദ്ധിയുള്ള മറ്റു വസ്തുക്കളുമായി കൂട്ടിക്കലർത്തി ചികിത്സിക്കണം എന്നില്ല. തനിച്ച ആ നജസ് കൊണ്ട് തന്നെ ചികിത്സിക്കാം. എന്നാ മദ്യമാകുമ്പോ തനി മദ്യം കൊണ്ട് പറ്റൂല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്നാ അമ്മാ മുസ്തഹിലിക്കത്തുൻ മഅ ദവാഇൻ ആഖറ, അപ്പൊ മറ്റു ചില മരുന്നോടു കൂടെ നശിച്ച മദ്യം അതിൽ കൂട്ടിക്കലർത്തി, അങ്ങനെ തനി മദ്യമല്ല മറ്റു മരുന്നിനോടുകൂടെ കൂട്ടിയത്, ഫയജൂസു തദാവി ബിഹ, അതുകൊണ്ട് ചികിത്സ അനുവദനീയമാണ്. കസർഫി ബഖിയത്തി നജാസാത്തി, മറ്റു നജസുകൾ തനിച്ച നജസ് കൊണ്ട് തന്നെ പറ്റും, ഒന്നിനോടും കലർത്താതെ, ശുദ്ധിയുള്ള മറ്റു മരുന്നിനോടും കൂടെ കലർത്താതെ തനി നജസുകളെ കൊണ്ട് തന്നെ പറ്റും. എന്നതുപോലെ മദ്യമാകുമ്പോ അതിനെ മറ്റു മരുന്നിന്റെ കൂടെ കലർത്തിയിട്ട് പറ്റും. ഇൻ അറഫ, അവൻക്ക് സ്വന്തമായി അറിഞ്ഞു, ഔ അഖ്ബറഹു അദ്ലു തിബ്ബിൻ, അതല്ലെങ്കിൽ ഒരു നീതിമാനായ ഒരു ചികിത്സാരി അവനോട് വിവരം പറഞ്ഞു, ബിനഫ്ഇഹ, ഇത് ഉപകാരപ്പെടും, വ തഅയ്യുനിഹ, ഇത് മാത്രമേ ഇതിന് മരുന്നായിട്ടുള്ളൂ. അതെങ്ങനെ? ബി അല്ലാ യുഗ്നി അൻഹ താഹിറുൻ, ഇവയെ തൊട്ട് ശുദ്ധിയുള്ള മറ്റൊന്ന് നിൽക്കുന്നില്ല, ഫലം ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മദ്യം മറ്റൊന്നിനോടുകൂടെ കൂട്ടിയിട്ടും പറ്റും, മദ്യമല്ലാത്ത മറ്റു നജസുകൾ തനിയെ അത് തന്നെയും പറ്റും, മറ്റു ശുദ്ധമായ മരുന്ന് അതിന്റെ സ്ഥാനത്ത് നിൽക്കാത്തപ്പോ. 9,170. ഇവിടെ മദ്യമല്ലാത്ത മറ്റു നജസുകൾ തനിയെ പറ്റും എന്ന് പറഞ്ഞുകൊടുത്ത് ലഹമി ഹയ്യത്തിൻ, ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പാമ്പിന്റെ മാംസം അത് മരുന്നായിട്ട്
ഒരു നിപുണനായ ഡോക്ടർ, നീതിമാനായ ഒരു ഡോക്ടർ, അതല്ലാതെ മറ്റു ശുദ്ധമായ യാതൊന്നും ഈ രോഗത്തിന് ഫലപ്രദം അല്ല എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഇവനക്കു തന്നെ അത് കൃത്യമായിട്ട് അറിയാം. ബൗലിൻ, മൂത്രം പോലെ. വലോകാന തദാവി ബിദാലിക ലിതഅജീലി ശിഫാഇൻ, ഈ പറഞ്ഞതുകൊണ്ട്, ഈ നജസ് കൊണ്ട് ചികിത്സിക്കുന്നത് രോഗശമനം ഉളരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും, രോഗശമനം വൈകും മറ്റുള്ളതാവുമ്പോൾ, ഇതാകുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ സുഖപ്പെടും എന്നുള്ള നിലക്ക് ഡോക്ടർമാർ പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും പറ്റും എന്നായി പറഞ്ഞത്. ഇൻ അറഫ, ഓൻ അറിഞ്ഞു എന്ന് പറഞ്ഞ ഐ ബി തിബി, ഓനക്ക് തിബ് കൊണ്ട് അറിയും, ചികിത്സ കൊണ്ട് ഓൻക്കറിയാം. അങ്ങനത്തെ ഘട്ടത്തില് ഇബാറത്തുൽ മുഗ്നി വർ റൗളി, മുഗ്നിയും റൗളും പറഞ്ഞത് ബിശറത്തി ഇഖ്ബാരി തബീബിൻ മുസ്ലിമിൻ അദിലിൻ ബിദാലിക, നീതിമാനായ ഒരു മുസ്ലിമായ ഡോക്ടർ അവൻക്ക് വിവരം നൽകണം. ബിദാലിക, ഈ പറഞ്ഞതുകൊണ്ട്. ഔ മഅരിഫത്തിഹി ലിത്തദാവി ബിഹി, അതല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ചികിത്സയെ അവൻക്കറിയാം. അപ്പോ ഈ പറയപ്പെട്ട രീതിയിലാവണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ നജസ് കൊണ്ടുള്ള ചികിത്സ, മദ്യം കൊണ്ടാണെങ്കിൽ അത് മറ്റൊന്നിനോട് കലർത്തിയിട്ടും, അല്ലാത്തതാകുമ്പോൾ തനിച്ചാണെങ്കിലും ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ പറ്റുന്നതാണ്. ഷെർവാനി 970. മരണാസന്നനായ ഒരാളെ കിടത്തേണ്ട രൂപം. വയുൽജഉൽ മുഹ്തദിറു നദ്ബൻ, മരണാസന്നനായ ഒരാളെ ചരിച്ചു കിടത്തൽ സുന്നത്താണ്. ലിജംബിഹിൽ ഐമന്, അവന്റെ വലഭാഗം കൊള്ളാൻ. ഫൽ ഐസരി, പിന്നെ ഇടഭാഗം കൊള്ളാൻ. വലഭാഗം കൊള്ള പറ്റാതെ വരുമ്പോ ഇടഭാഗം കൊള്ളെ. ലിൽ ഖിബിലത്തി, ഖിബില കൊള്ളെ, അത് സുന്നത്ത നദുബൻ. ഫഇൻ തഅസ്സറ ഐ തഅസ്സറ ദാലിക, ഇങ്ങനെ വലഭാഗത്തിന്റെ മേലോ അല്ലെങ്കിൽ ഇടഭാഗത്തിന്റെ മേലോ കിടത്തൽ, ചരിച്ചു കിടത്തൽ, അത് പ്രയാസമായി ബുദ്ധിമുട്ടായാൽ, ഒന്നുകിൽ മക്കാനിൻ, അവിടെ സ്ഥലം കുടുക്കമായതിന് വേണ്ടി, അങ്ങനെ കടത്താൻ സ്ഥലമില്ല അവിടെ. വനഹവിഹി, അതുപോലെയുള്ള കാരണത്തിന് വേണ്ടിയും, അതേതാക്ക ഇല്ലത്തിംബി ജംബിഹി, ചരിച്ചു കടത്തുമ്പോ അവന്റെ ആ സൈഡു ഭാഗത്ത് രോഗമുണ്ട്, അതിനെ കടത്താൻ വയ്യ എങ്കിൽ ഉൽക്കിയ അല ഖഫാഹു, അവന്റെ പെരടിയുടെ മേൽ കടത്തപ്പെടണം. വവജ്ഹുഹു വഅഖ്മസാഹു ലിൽ ഖിബിലത്തി, അവന്റെ മുഖവും ഉള്ളം കാലും ഖിബില കൊള്ളയാണ്. ആ നിലക്ക് പെരടിയുടെ മേൽ അവനെ കടത്തപ്പെടണം, മലർത്തി കടത്തപ്പെടണം. ഇതാണ് മരണാസന്നനായ ആളെ കടത്തേണ്ട രീതി. ഒന്നുകിൽ വലതുഭാഗത്തിന്റെ മേൽ ഖിബില കൊള്ളെ ചെരിച്ചു കടത്തുക, അതല്ലെങ്കിൽ ഇടതുഭാഗത്തിന്റെ മേൽ ഖിബില കൊള്ളെ ചെരിച്ചു കടത്തുക. അത് ആ സ്ഥലം അതിന് പര്യാപ്തമല്ല, അതല്ലെങ്കിൽ അവന്റെ ഈ ചെരിച്ചു കടത്തുന്ന സൈഡു ഭാഗങ്ങളിൽ രോഗമുണ്ട്, കടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അവനെ മലർത്തിക്കിടത്തുക. മലർത്തിക്കിടത്തുമ്പോൾ മുഖവും രണ്ടു കാലിന്റെ ഉള്ളൻ ഭാഗവും ഖിബില കൊള്ളെ ആക്കണം. ഇതൊക്കെ സുന്നത്താണ്. അഹ്മസാഹു എന്ന് പറഞ്ഞാൽ ബി ഫതഹിൽ മീമി അശ്ഹറു മിൻ ദമ്മിഹ വ കസിരിഹ,
അഹ്മുസാഹു അഹ്മിസാഹു എന്ന് പറയുന്നതിനേക്കാണ് അഷ്ഹർ അഹ്മസാഹു മീമിൻ ഫത്തഹുണ്ട്. വഹുമ ഈ അഹ്മസ് എന്ന് പറയുന്നത് അൽ മുൻഖഫിദു മിൻ ബത്നിൽ ഖദമൈൻ, രണ്ട് ചെരുപ്പടിക്കാലിന്റെ പള്ളയിൽ നിന്ന് ആ കുഴിയായി നിൽക്കുന്ന ഭാഗം, അതാണ് അഹ്മസ് കൊണ്ട് ഉദ്ദേശം. വൽ മുറാദു ഹുന, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ജമീഉ അസ്ഫലിഹിമ, ആ രണ്ട് ചെരുപ്പടിക്കാലിന്റെ താഴ്ഭാഗം മുഴുവനും ആണ് ഉദ്ദേശിക്കുന്നത്. കുഴി മാത്രമല്ല, മൊത്തം ആ ഉൾഭാഗം മൊത്തം അങ്ങനെ ഖിബിലയിലേക്ക് തിരിച്ചു കടത്തുക. വയുർഫഉ റഅ്സുഹു ഖലീലൻ, അവന്റെ തലയെ അല്പം ഉയർത്തപ്പെടണം. മുഖം ശരിക്ക് ഖിബിലയിലേക്ക് വരാൻ വേണ്ടിയാണ്. കഅൻ യൂളഅ തഹത റഅ്സിഹി, അതെങ്ങനെ? അവന്റെ തലക്ക് താഴെ വക്കപ്പെടൽ പോലെ. മുർത്തഫിഉൻ, ഒരു ഉയരമുള്ളതിനെ. ലാഹിറുഹു അദമുഇത്തിബാരി തവജ്ജുഹു സദ്രി, ഈ പറഞ്ഞതിന്റെ ലാഹിർ നെഞ്ച് മുന്നിടലിനെ പരിഗണിക്കണില്ല. ഇവിടെ മലർത്തി കടത്തുമ്പോ തല, അതാണ് ഖിബിലയിലേക്ക് മുന്നിടലിനെ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ തലയെ അല്പം ഉയർത്തണം എന്ന് പറഞ്ഞത് ലിയതവജ്ജഹ വജ്ഹുഹു ലിൽ ഖിബിലത്തി, അവന്റെ മുഖം ഖിബിലയിലേക്ക് മുന്നിടാൻ വേണ്ടിയാണ് അത്. വൽ അമലു അലാ ഹാദാ, ഐ അമലു നാസി അലാ ഹാദാ ഫീ കുല്ലി ഹാലിൻ. അമലുന്നാസ്, പണ്ഡിതന്മാരടങ്ങുന്ന മഹാന്മാരായ അയിമത്തുകളൊക്കെ അടങ്ങുന്ന ഈ ജനങ്ങളുടെ അമല് ഏതു സന്ദർഭങ്ങളിലും ഇതിന്റെ മേലാണ് ഉണ്ടായിട്ടുള്ളത്. ഖാലൽ ഇമാമു, ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറയുന്നു, വ അലൈഹി അമലുന്നാസ്, ഈ മലർത്തിക്കിടത്തുക, ഇതാണ്, ഇതിന്റെ മേലാണ് ജനങ്ങളുടെ അമലുള്ളത്. അന്നാസ് എന്ന് പറയുമ്പോ കേവലം ജനങ്ങളല്ല, കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഇമാമുകളും ഉലമാവും ഒക്കെ അടങ്ങുന്ന ആ ജനങ്ങൾ ചെയ്തു വരുന്ന അമല് പ്രവൃത്തി ഇതാണ്. തുഹ്ഫ 392, മഹല്ലി 1-321, ബുസ്റൽ കരീം 2-387, പുതിയ നുസ്ഖയില് 2-27, അൽ മുഅ്തമദു ഫിൽ ഫിഖ്ഹി ശാഫിഈ 598. വയുൽജഉ നദ്ബൻ, അവനെ ഇങ്ങനെ ചെരിച്ചു കടത്തണം, അത് സുന്നത്താണ്. ബഅദ തൽഖീനിൽ ആത്തി, വരാൻ പോകുന്ന തൽഖീനുണ്ട്, ചൊല്ലിക്കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ശേഷം പറയുന്നുണ്ട്, അതിന്റെ ശേഷമാണ് ചെരിച്ചു കടത്തേണ്ടത്. എപ്പോ? ഇൻ തഅദ്ദറൽ ജംഉ ബൈനഹുമ, രണ്ടിന്റെയും ഇടയിൽ ഒരുമിച്ചു കൂട്ടൽ പ്രയാസമായി എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ചെരിച്ചു കടത്തലോ മലർത്തി കടത്തലോ ഒക്കെ പ്രയാസമായി. അങ്ങനെ വരുമ്പോ രണ്ടും കൂടി അതോടൊപ്പം ചൊല്ലിക്കൊടുക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ട കാര്യം പറയാൻ പോകുന്നുണ്ട്. ആ ചൊല്ലിക്കൊടുക്കലും രണ്ടും കൂടി പ്രയാസമാകുമ്പോ ആദ്യം മുൻഗണന നൽകേണ്ടത് ഇങ്ങനെ ഈ ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നതിനാണ്. ഇല്ല ഫുഇല മഅൻ, പ്രയാസമൊന്നുമില്ല രണ്ടും കൂടി ചെയ്യാൻ, എങ്കിൽ രണ്ടും കൂടി ചെയ്യപ്പെടണം. കല്ലൂബി 1-321, ഫത്ഹുൽ അല്ലാം 3-153.
വലൗ തആറള തൽഖീനു വൽ ഇസ്തിഖ്ബാലു, ചൊല്ലിക്കൊടുക്കലും ദിക്ർ ചൊല്ലിക്കൊടുക്കലും ഖിബിലയിലേക്ക് മുന്നിടിക്കലും എതിരായി വന്നാൽ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒന്നേ കഴിയുള്ളൂ. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഖുദ്ദിമ തൽഖീനു, തൽഖീനിനെയാണ് അവിടെ മുന്തിക്കപ്പെടേണ്ടത്, അലൽ ഔജഹി, പ്രബല വീക്ഷണം അനുസരിച്ച്. ലി അന്ന ഹദീസഹു അസഹു, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചു വന്ന ഹദീസാണ് ഖിബിലയിലേക്ക് മുന്നിടിച്ചു കടത്തണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചു വന്ന ഹദീസിനേക്കാൾ അസഹ്. ഫത്ഹുൽ ജവാദ് ബിശറഹിൽ ഇർഷാദ് 1-342. മരണം ആസന്നമായ ഒരു വ്യക്തിയെ കിടത്തേണ്ട രീതി ആണ് നമ്മളിപ്പോ ഈ വിശദീകരിച്ചത്. ഒരാൾ ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെയാണ്? ഫഇദാ അറത്ത നൗമ ഫബ്സുത്ത് ഫിറാശക മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഉറങ്ങാൻ നീ ഉദ്ദേശിക്കുമ്പോ ഖിബിലയിലേക്ക് മുന്നിട്ടവനായ നിലക്ക് നിന്റെ വിരിപ്പിനെ നീ വിരിച്ചോ. വൽ ഇസ്തിഖ്ബാലു അലാ ദർബത്തൈനി, ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടുള്ള ആ കടത്തം അത് രണ്ട് വിധമാണ്. അഹദുഹുമാ, ഒന്ന് ഇസ്തിഖ്ബാലുൽ മുഹ്തദിരി, മരണാസന്നനായ ആളുടെ ഖിബിലയിലേക്കുള്ള മുന്നിടൽ. വഹുവ അൽ മുസ്തൽഖാ അലാ ഖഫാഹു, അത് ഒരാളെ മലർത്തിക്കിടത്തുക, അവന്റെ പെരടിയുടെ മേൽ മലർത്തിക്കിടത്തുക, ഒന്നതാണ്. ഫസ്തിഖ്ബാലുഹു, അപ്പൊ ഈ മലർത്തിക്കിടത്തുമ്പോ ഉള്ള ഓന്റെ ഖിബിലയിലേക്ക് മുന്നിടൽ, അൻ യകൂന വജ്ഹുഹു വഅഖ്മസാഹു ഇലൽ ഖിബിലത്തി, അവന്റെ മുഖവും രണ്ട് ഉള്ളങ്കാലും ഖിബില കൊള്ളയാവുക. വഹാദൽ ഇസ്തിൽഖാഉ, ഈ മലർന്നു കിടക്കൽ അത് മുബാഹുൽ ലിർരിജാലി, പുരുഷന്മാർക്ക് അത് അനുവദനീയമാണ്. വ മക്രൂഹുൽ ലിന്നിസായി, പെണ്ണുങ്ങൾക്ക് അത് കറാഹത്തുമാണ്. ഇനി വസാനിയത്തുഹുമ, ഖിബിലയിലേക്ക് മുന്നിടേണ്ട രണ്ടാമത്തെ രൂപം, വഹുവ സുന്നത്തുൻ, അത് സുന്നത്താണ്. ഈ രൂപമാണ് സുന്നത്തായ രൂപം. മാ ദക്കറഹു, ആ രണ്ടാമത്തെ രൂപം മാ ദക്കറഹു ബി ഖൗലിഹി വനം അലാ യമീനിക കമാ യുൽജഉൽ മയ്യിതു ഫീ ലഹദിഹി, അവിടെ നീ ഉറങ്ങിക്കോ, നിന്റെ വലതുഭാഗത്തിന്റെ മേൽ മയ്യത്തിനെ ഖബറിൽ ചെരിച്ച് കടത്തപ്പെടുന്നതുപോലെ നിന്റെ വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു നീ ഉറങ്ങിക്കോ. വയക്കൂനു വജ്ഹുക മഅ ഖുബാലത്തി ബദനിക ഇലൽ ഖിബിലത്തി, നിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്തിനോട് കൂടെ നിന്റെ മുഖമാകണം ഖിബില കൊള്ളയാകണം. അപ്പൊ നിന്റെ മുഖവും ശരീരവും ഒക്കെ ഖിബില കൊള്ളയാവുക. അമ്മൻ നൗമു അലൽ വുജൂഹി, അപ്പൊ മുഖങ്ങളുടെ മേൽ ഉറങ്ങൽ, കമഴ്ന്നു കിടന്നുള്ള ഉറക്കം. ഫഹുവ നൗമു ശയാത്തീനി, അത് പിശാചുക്കളുടെ ഉറക്കമാണ്. വഹുവ മക്രൂഹുൻ, അത് കറാഹത്തുമാണ്. അമ്മൻ നൗമു അലൽ യസാരി, അപ്പൊ ഇടതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക എന്നുള്ളത് ഫഹുവ മുസ്തഹബുൻ ഇൻദൽ അത്തിബായി, ഈ ചികിത്സാരികളുടെ അടുക്കൽ അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ അത് നല്ല കാര്യമാണ്. ലി അന്നഹു യസ്റഉ ഹദമ തഅമി, ഭക്ഷണത്തിന്റെ ദഹനത്തിനെ ഉളരിപ്പിക്കും അത്. അതുകൊണ്ട് യംബഗി മിൻ ജിഹത്തി തുബ്ബി അൻ യൽതജിഅ അലൽ ജാനിബിൽ ഐമനി ഖലീലൻ ബഅദൽ അഖിലി, അപ്പോ ചികിത്സന്റെ ഭാഗത്തിലൂടെ നമുക്ക് അത്യാവശ്യമാണ് ഭക്ഷണം കഴിച്ച ശേഷം
അല്പസമയം വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക. സുമ്മ യൻഖലിബ അലൽ ജാനിബിൽ ഐസരി, പിന്നെ ഇടതുഭാഗത്തിന്റെ മേൽ അവൻ പിന്നെ മറിയുക, ആ വലതുഭാഗത്തിന്റെ മേലേക്ക് മടങ്ങുക, അങ്ങനെ ചെയ്യുക. അപ്പൊ ഈ രീതിയിലാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കേണ്ടത്. ചുരുക്കി പറഞ്ഞ മരണാസന്നനെ കടത്തുന്നത് പോലെ ആണ് ഖിബിലയിലേക്ക് മുന്നിട്ട് കിടക്കേണ്ട ഒരു രീതി എന്ന് ഈ ഉറക്കത്തിന്റെ ആദാബ് പറയുന്നിടത്ത് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മറാക്കിൽ ഉബൂദിയ അൽ ബിദായത്തി വൻ നിഹായ സഹിതം പേജ് 41.